കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്ന് ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 63-ാമത്തെ അധ്യായം. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൻ്റെ തുടർച്ചയാണ്. ബാണനും ശ്രീകൃഷ്ണ ഭഗവാന്റെ സൈന്യവും തമ്മിൽ, ശ്രീകൃഷ്ണ ഭഗവാനും ശിവഭഗവാനും എല്ലാം തമ്മിലുള്ള യുദ്ധമാണ് ഈ അധ്യായത്തിൽ. അങ്ങനെ ബാണന്റെ അഹങ്കാരം ശ്രമിച്ച് ശിവഭഗവാന്റെ ആവശ്യപ്രകാരം 4 കൈകൾ മാത്രം വിട്ടുകൊടുത്ത് മറ്റുള്ള എല്ലാ കൈകളും ഭഗവാൻ അരിഞ്ഞു വീഴ്ത്തുകയും ബാണൻ തൻ്റെ അഹങ്കാരം ക്ഷമിച്ച് ശിവനും വിഷ്ണുവും എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കുകയും തൻ്റെ മകളായ ഉഷയെ അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുക്കുന്നതുമൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ നമഃ. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം. തം നമാമി ഹരിംബരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ജന്മാദസ്യേതോന്മയാദിരതച്ചാപ്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി. സത്യം വരം ധീമഹി. ധർമ്മപ്രോജിതകൈതഗോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധനേത്രമൃദുഭി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 63-ാമത്തെ അധ്യായം. അത ദശമസ്കന്ധ 63-തമോധ്യായഃ. ശ്രീശുകോവാച. അപശ്യതാം ചാനിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത ചത്വാരോ വാർഷികാ മാസാ ഹൃദീയുരനുശോചതാം. വാർത്താം ഭദ്രസ്യ കർമ്മജ പ്രയുഷ്യോണിതപുരം കൃഷ്ണദേവതാ. പ്രത്യുഷ്ണോ നിധാനശ്ച ഗതസാംബോധസാരണ നന്ദോപനന്ദ ഭദ്രാദ്യ രാമകൃഷ്ണ അക്ഷൗഹിണീം ദ്വാദശഭി സമേതാ സർവതോ ദിശം ദുരുധുർബാണനഗരം സമന്താത് സത്വരക്ഷകാ. ഭജ്യമാന പുരോധ്യാന പ്രകാര പ്രാകാരാട്ടാല ഗോപുരം പ്രേക്ഷമാണോ ഋഷാവിഷ്ടസ്തുല്യൈ സൈന്യോ
സൈന്യോ നിര്യയോ ബാണാത്തെ ഭഗവാൻ രുദ്ര സസുതേ കുമതേ വൃത ആരോഗ്യം ദിവസവും രാമകൃഷ്ണയോ ആസീസുമൂലം യുദ്ധമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രത്യുഗ്നനുഗ്രഹയോ രവി കുംഭാണ്ഡകൂപകർണാഭ്യാം ബലേന സഹ സംയുഗ സാംബസ്യ ബാണപുത്രേണ ബാണേന സഹസാത്യകേ ബ്രഹ്മാദയ സുരാധീശ മുനയ സിദ്ധചാരണാ ഗന്ധർവാപ്സരസോ യക്ഷ വിമാനേ ദൃഷ്ടുമാഗമൻ ശങ്കരാനുചരാൻ സൗരിൻ ഭൂതപ്രമദഗുഹ്യകാൻ ദാഗിനീയാതുധാനാശ്ച വേദാളൻ സവിനായകാൻ വേദമാർദ്ദവിശാപാശ്ച പുഷ്പാണ്ഡാൻ ബ്രഹ്മരാക്ഷസൻ ദ്രാവയാമാസ കൃഷ്ണാണേ തീർത്ഥാഗ്രേ ചരൈ സാർണദ്ദനുദൈ പൃഥഗ്വിധാനി പ്രായുക്ത പിനാക്യാസ്ത്രാണി ശാർങ്കിണേ സത്യശ്രീ ഗമയാമാസ ശാർഗപാണിരവിസ്മിത ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായുവ്യസ്യ ച പാർവതം ആഗ്നേയസ്യ ച ചാർജന്യം നൈജം പാശുപതസ്യ ച മോഹയിത്വാ തു ഗിരിശം ഇന്ദ്രേണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ പ്രധനം ശൗരി ജഗാനാസികദേശുഭിः സ്കന്ദ പ്രത്യുഗ്ന ബാണൗഘരയുധ്യമാന സമന്തദ അസ്യം യുഞ്ജൻ ഗാത്രേഭ്യ ശിഖിനാവാക്രമദ്രണാൻ കുംഭാണ്ഡ ഉപകർണശ്ച പ്രേതകുർമോ സലാർത്തിതൗ രുദ്രുവോ സ്തനദീകാനി ഹതനാഥാനി സർവദാ ശിവഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാന്റെ സൈന്യങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള യുദ്ധമാണ് വർണ്ണിക്കുന്നത്. ഭൂതപ്രേത പിശാചാദികളെല്ലാം ദ്വാരക സൈന്യവുമായിട്ട് വിദൂര സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യുന്നതാണ് പരാമർശിക്കുന്നത്. അവരെല്ലാം അവരുടെ അടുത്ത് കീഴടങ്ങുന്ന ഭാഗമൊക്കെയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം തസ്തത് വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോക്യമർഷണ കൃഷ്ണമഭ്യദ്രവസംഖ്യേ ദദീഹിത്വൈവ സാത്യകീം പഞ്ചശതാനി വൈ ഏകൈകസ്മിൻ സരോദോ സന്ധതേരണദുമ്മതാ താനി ജിച്ഛേദ ഭഗവാൻ ധനുംഷി പദ്മരി സാരഥീം രഥമസ്താംശ്ച ഹത്വാ സംഗമപൂരയത് തന്മാതാ കോടരാ നാമ രത്നാമുക്തശിരോരുഹ പുരോവദസ്തേ കൃഷ്ണസ്യ പുത്രപ്രാണരിരക്ഷയാ. ബാണന് ക്ഷീണം തട്ടി ബാണനെ ഭഗവാൻ വധിക്കുമെന്നായപ്പോൾ ബാണന്റെ അമ്മയായിട്ടുള്ള കോടര നഗ്നയായി ആ യുദ്ധരംഗത്തേക്ക് വരികയും അപ്പോൾ ഭഗവാൻ പിന്തിരിയുന്നതും ബാണൻ ആ സമയത്ത് രക്ഷപ്പെടുന്നതുമാണ് ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകം. തന്മാതാ കോടരാ നാമ നഗ്നാമുക്തശിരോരുഹ പുരോരുവദസ്തേ കൃഷ്ണസ്യ പുത്രപ്രാണരിരക്ഷയാ. തതസ്ഥിതിയൻ മുഖോ നഗ്നാം അനിരീക്ഷൻ കഥാഗ്രജ ബാണശ്ച താവദ്ഭിരത ചിന്നധ്വന്വാവിശത്പുരം. വിദ്രാവിദേ ഭൂതഗണേ ജ്വരസ്തു സുശിരസ്ത്രിപാൻ അഭ്യതാവദാസാഹന്യവദിശോ ദശ അധനാരായണോ ദേവസ്ത്വം ദൃഷ്ട്വാ വിസജ്ജ്വരം മാഹേശ്വരോ വൈഷ്ണവശ്ച വിയുധദേ ജരാവുഭൗ. മഹേശ്വര സമാക്രാന്തൻ വൈഷ്ണവേന ബലാർഹിത അലബ്ധ്വാ ഭയമന്യത്ര വീതോ മഹേശ്വരോ ജരാ ശരണാർത്ഥി ഋഷികേശം പ്രയതാഞ്ജലി. മഹേശ്വരന്റെ ജ്വരം ശ്രീ ഭഗവാന്റെയോട് ശരണം പ്രാപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് നമുക്കെല്ലാവർക്കും. ജരൗവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാന സംജോതഹേതും യത്തദ്ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം. കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാര തത്സംഘാതോ ബീജരോഗപ്രവാഹ തന്മായേഷ തന്നിഷേധം പ്രപദ്യേ. നാനാഭാവേ ലീലൈരോപപന്നേ ദേവാൻ സാധും ലോകസേതൂൻ ബിഭർഷി ഹംസുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മേ തത്തേ ഭാരഹാരായ ഭൂമേ. തപ്തോഹം തേ തേജസാ ദുസ്സഹേന ഛാന്ദോക്തേന ചുൽബണേന ജ്വരേന
താവത്താപോ ദേഹിനാം തേന്ദ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. ശ്രീ ഭഗവാനുവാച ഋഷിരസ്തേ പ്രസന്നോസ്മി വേദുദേ മധ്വരാദ്ഭയം യോ നോ സ്മരതി സംവാദം തസ്യ ത്വന്ന ഭവേദ്ഭയം. ഇത്യുക്തച്യുതമാനമ്യ ഗദോ മാഹേശ്വരോജ്വര ബാണസ്രഥമാരൂഢ പാകായുർജനാർദ്ദനം തദോ ബാഹുസഹസ്രേണ നാനായുധരോസുര മുമോജ പരമക്രുദ്ധോ ബാണാസ്താകായുധേ കൃപാ തസ്യാച്യുതോസ്ത്രാണ്യ സദൃച്ഛക്രേണ ചുരനേമിന വിച്ഛിച്ഛേദ ഭഗവാൻ ബാഹുഃ വനസ്പതി. ബാഹുഷു ഛിദ്യമാനേഷു ബാണസ്യ ഭഗവാൻ ഭവ ഭക്താനുഗമ്യ പ്രവ്രജ്യ ചക്രായുധമഭാഷത. ശ്രീരുദ്രോവാച ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്, നമിക്കുകയാണ്. ത്വം ഹി ബ്രഹ്മപരം ജ്യോതിർഗൂഢം ബ്രഹ്മണി വാഗ്മയേ യപശ്യന്യമലാത്മാനാം ആകാശമിവ കേവലം മുഖമംബുരേതോ ജിദ്ദൗ വിശ്രമാശ സുധിരംഗ്രിരൂ ചക്രോമയോനിത്യ ദേശ്യർക്ക ആത്മാ അഹം സമുദ്രോ ജഡരം ഭുജേന്ദ്ര രോമാണിജസ്യ ഉഷതാം യോംഭുവാഹ കേശാവിരിഞ്ജോ ദിശനാ വിസർഗാം പ്രജാപതി ഹൃദയം യച്ച ധർമ്മ സവൈ ഭവാൻ പുരുഷോ ലോകകൽപാ. തവാവതാരോ യമകുണ്ഠധാമാൻ ധർമ്മസ്യ ഗുപ്തേ ജഗതോ ഭവായ വയം ച സർവേ ഭവതാനുഭാവിക വിഭാവയാമോ ഭുവനാനി സപ്ത. ത്വമേകവാദ്യ പുരുഷോദ്യുതീയ സൂര്യസ്വദംഹേതുരഹേതുരീശ പ്രദീയസേധാവി യഥാ വികാരം സമായയാ സർവഗുണപ്രസിദ്ധ്യൈ ദൈവ സൂയത്വിഹിത ഛായയാ സയാ ഛായാം ച രൂപാണി സാ സഞ്ജഗസ്തി ഏവം ഗുണേനാവിഹിതോ ഗുണാസ്ത ആത്മപ്രദീപോ ഗുണിനശ്ച ഭൂമൻ. യന്മായയോ മായാ മോഹിതകിയ പുത്രധാരഗൃഹാണി ഉന്മജ്ജന്തി നിമജ്ജന്തി പ്രസക്തോ വിജനാർണവേ. ദേവദത്തമിമം ലബ്ധ്വാ നിർലോകം മജിതേന്ദ്രിയ യോ നാദ്രിയേത തദ്ഭാഗോ സപത്സശോച്യോ ഹ്യാത്മഭഞ്ജക. യസ്തം വിസജതേ മർത്യ ആത്മാനം പ്രിയമീശ്വരം വിഭജയേന്ദ്രിയാർത്ഥാർത്ഥം വിഷമത്തം ഹൃദം സജം അഹം ബ്രഹ്മാദ വിഭുധാമനയാശ്ചാമലാശയ സർവാത്മനാ പ്രപന്നാസ്താം ആത്മാനം ശ്രേഷ്ഠമീശ്വരം. തം ത്വാ ജഗസ്ഥിതിർച്യുതയാന്തകേതും സമം പ്രശാന്തം മുകുദാത്മദൈവം അനന്യമേകം ജഗദാത്മകേദം ഭവാഭഗർവായ പ്രജാപതേവ. അയം മമേഷ്ടോ ദൈതോനുവർത്തി മയാ ഭയം ദത്തമമുഷ്യദേവ സംവാദ്യതാം തദ്ഭവത പ്രസാദോ യഥാ ഹി ദേഹീത്യപദോ പ്രസാദ. ശ്രീഭഗവാനുവാച യഥാത്വം ഭഗവസ്ത്വന്ന കരവാമ പ്രിയം തവ ഭവതോ യദ്വ്യവസിതം തന്മേ സാധനുമോദിതം അവദ്യോയം മമാവേശ്യ വൈരോജനിസ്തുതോസുര പ്രഹ്ലാദായ വരോധത്തോ നാവദ്യോ മേ തവാന്യയാ. സർപ്പോപശമനായാസ്യ പ്രവൃത്നാ പാപോ മയാ ഉദിതം ച ബലം ഭൂരി യച്ച ഭാരയിതം ഭുവാ. ചത്വാരോസ്യ ഭുജാശിഷ്ട ഭവിഷ്യന്ത്യജരാമരാ പാർശ്വതമുഖ്യോ ഭവതോ ന കുതശ്ചിദ്ഭയോസുര. ഇതിലഭയം കൃഷ്ണം പ്രണമ്യ ശിരസാസുര പാദ്യുമ്നിം രഥമാരോപ്യ സവദ്വാസമുപാനയത് അക്ഷൗഹിണ്യാപരിവൃതം സുവാസമലംകൃതം സപത്നീകം പുരസ്കൃത്യ യയോരുദ്ധാനുമോദിത സ്വരാജധാനീം സമലംകൃതാം ഭജൈ തദോരണീക്ഷിതമാതരത്വരം വിവേശശങ്കാകുലകദുർദുവിസ്വനെ ലഭ്യുദ്യതൗരസുഹൃദ്ഭുജാവിധി. ഏവം കൃഷ്ണവിജയം ശങ്കരേണ ച സംയുഗം സംസ്മരേത് പ്രാതരുത്തായ തസ്യ സാ പരാജയ. ഓം തത്സത്. ഈ അധ്യായം രാവിലത്തെ സമയം പാരായണം ചെയ്യുകയോ സ്മരിക്കുകയോ ചെയ്താൽ ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല എന്നാണ് മഹാത്മ്യം പറയുന്നത്.
ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധാനയനം നാമ ത്രിഷഷ്ടിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭാഗവത കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള. കുങ്കുമ പങ്കിന വക്ഷത്തലവര കുവലയദള നീല. ദേവാ ജയ ജയ ഭാഗവത. ദദിനവനീതഹര കൃഷ്ണ തരുണീ ചിത്തഹര. ജയ ദാമോദര ഹരി തുളസീധാമധര. ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ. കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന. ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ. നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭഫലദ. ദേവാ ജയ ജയ ഭാഗവത. പൂന്ദാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക. പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ. ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ. ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗം. ഓം വിദംശം വിദം നിർമ്മലം